MG യൂണിവേഴ്സിറ്റിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ് അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ എന്ന പേപ്പറിലെ നമ്മൾ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കുകയാണ്. ഫാലസികൾ എന്താണെന്ന് തീർച്ചയായിട്ടും ചോദിക്കാം. ഫാലസികൾ എന്ന് പറയുമ്പോൾ എറർ ഇൻ ആർഗ്യുമെന്റ്, വാദമുഖം ഉന്നയിക്കുന്നതിൽ പിഴവാണ് ഫാലസി. ഫാലസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാദമുഖം അഥവാ ആർഗ്യുമെന്റ് അത് മുന്നോട്ട് വയ്ക്കുന്നതിൽ തെറ്റുകൾ, കുറവുകൾ, പോരായ്മകൾ, തെറ്റുകൾ, പിശകുകൾ ഉണ്ടെങ്കിൽ അത് ഫാലസിയാണ്. പലതരം ഫാലസികളുണ്ട്. ഫോർമൽ ഫാലസികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമൽ ഫാലസികൾ എന്ന് ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ആർഗ്യുമെന്റിന്റെ ഘടന തെറ്റുന്നത് കൊണ്ടാവാം. ഫാലസീസ് അറൈസ് ഫ്രം ദ സ്ട്രക്ചർ ഓഫ് ആൻ ആർഗ്യുമെന്റ് ബീങ് ഇൻകറക്റ്റ്. എക്സാമ്പിൾസ് പറയുകയാണ്. അഫേമിങ് ദ കോൺസിക്വന്റ് എന്ന് പറയുന്ന ഒരു ഫാലസി ഉണ്ട്. കോൺസിക്വന്റ് എന്ന് പറഞ്ഞാൽ അനന്തരഫലമാണ്. അനന്തരഫലത്തെ പോസിറ്റീവായിട്ട് പറയുന്ന രീതി എന്ന് വേണമെങ്കിൽ പറയാം. ഇഫ് പി ദെൻ ക്യൂ, പി സംഭവിക്കുകയാണെങ്കിൽ ക്യൂ ആണ് എന്ന് പറയുന്ന രീതി. അതായത് മിറ്റം നനഞ്ഞിരിക്കുകയാണെങ്കിൽ മഴ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന രീതി ഉണ്ടോ? അപ്പോ ഇഫ് പി ദെൻ ക്യൂ, പി എന്നത് മിറ്റം നനഞ്ഞിരിക്കുന്നു, ക്യൂ എന്ന് പറയുന്നത് മഴ ഉണ്ടായിട്ടുണ്ട്. തിരിച്ചു പറയുകയാണ് കൂടുതൽ ശരി. അതായത് മഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മിറ്റം നനഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ക്യൂ ദർഫോർ പി. അതായത് ഒരു ഉദാഹരണം പറയും. ഇഫ് ഇറ്റ് ഈസ് റെയിനിങ്, മഴ പെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് ഈസ് വെറ്റ്. ദി ഗ്രൗണ്ട് ഈസ് വെറ്റ്, ദർഫോർ ഇറ്റ് ഈസ് റെയിനിങ്. ഗ്രൗണ്ട് നനഞ്ഞിരിക്കുന്നു, കാരണം എന്താ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മഴ പെയ്യുകയാണ്. ഈ രണ്ട് രീതിയിലും പറയുമ്പോഴും പോസിറ്റീവായി തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നു. എന്നാൽ ഇത് ഫോർമൽ ഫാലസിയുടെ ഒരു ഉദാഹരണമാണ്. പക്ഷെ അതിലെ അഫേമിംഗ് ദ കോൺസിക്വന്റ് എന്ന് പറയുന്നതാണ്. പോസിറ്റീവായിട്ട് തന്നെ രണ്ട് കാര്യങ്ങളും തിരിച്ചും മറിച്ചും ഗുണകരമായിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നു. ഡിനൈങ് ദ ആന്റിസെഡന്റ് എന്നാണ്. തൊട്ട് ആദ്യം നടന്നതിനെ നിഷേധിക്കുന്നു, രണ്ടാമത് നടന്നത് വെച്ചിട്ട് റിവേഴ്സ് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു, അതും ഫോർമൽ ഫാലസിയുടെ ഉദാഹരണമാണ്. ഇഫ് പി ദെൻ ക്യൂ, പി സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ ക്യൂ ആണ്. പക്ഷേ തിരിച്ച് അത് സംഭവമല്ല. നോട്ട് പി ദർഫോർ നോട്ട് ക്യൂ. അതായത് ഇവിടെ പറയാം, ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് ദ ഗ്രൗണ്ട് ഈസ് വെറ്റ്, മഴ പെയ്യുകയാണ്, ഗ്രൗണ്ട് നനഞ്ഞിരിക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് ദർഫോർ ദ ഗ്രൗണ്ട് ഈസ് നോട്ട് വെറ്റ്. മഴ പെയ്യുന്നില്ല, അതുകൊണ്ട് ഗ്രൗണ്ട് നനയുന്നില്ല. ഇതിന്റെ വാലിഡിറ്റി നോക്കാം. എ ഫോർമൽ ഫാലസി മേക്സ് ആൻ ആർഗ്യുമെന്റ് ഇൻവാലിഡ്. ഒരു ഫോർമൽ ഫാലസി എപ്പോഴും ആർഗ്യുമെന്റിനെ ഇൻവാലിഡ് ആക്കുന്നു. മീനിങ് ദ കൺക്ലൂഷൻ കനോട്ട് ബി ലോജിക്കലി ഡ്രോൺ. കൺക്ലൂഷൻ ഒരിക്കലും നമുക്ക് യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഫ്രം ദ പ്രിമൈസസ് ഉണ്ട്. ഈവൺ ഇഫ് ദ പ്രിമൈസസ് ആർ ട്രൂ. പ്രിമൈസസ് ചിലപ്പോൾ ശരിയായിരിക്കാമെങ്കിൽ കൂടി. എന്നാൽ ഇൻഫോർമൽ ഫാലസികളുമുണ്ട്. എന്താണ് ഇൻഫോർമൽ ഫാലസികൾ? ദീസ് ഫാലസീസ് ഒക്കർ ഡ്യൂ ടു ദ പ്രോബ്ലം വിത്ത് ദ കണ്ടന്റ് ഓർ പ്രിമൈസസ് ഓഫ് ആൻ ആർഗ്യുമെന്റ്. കണ്ടന്റിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ പ്രിമൈസസിന്റെ പ്രോബ്ലം കൊണ്ടാണ് ഇത്തരം ഫാലസികൾ വരുന്നത്. അഡ് ഹോമിനം, അപ്പീൽ ടു ഇഗ്നറൻസ്, ഹേസ്റ്റി ജനറലൈസേഷൻ, സ്ട്രോമാൻ ഫാലസി, റെഡ് ഹെറിംഗ് ഫാലസി, ഫാൾസ് ഡിലമ, ദെൻ ഇതൊക്കെ ഇത്തരത്തിലുള്ള ചില ഇൻഫോർമൽ ഫാലസികളാണ്. ഇവയിൽ പലതും ലോജിക്കൽ ഫാലസി എന്ന ഗ്രൂപ്പിൽ പെടുന്നതുമാണ്. ഇനി എന്താണ് ലോജിക്കൽ ഫാലസി? ലോജിക്കൽ ഫാലസീസ് ആർ ഫ്ലോസ് ഇൻ റീസണിങ്. റീസണിങ് എന്ന വാക്കാണ് പ്രധാനം. ലോജിക്കൽ ഫാലസി പറയുമ്പോൾ റീസണിങ് എന്ന് പറയണം. എറർ ഇൻ ആർഗ്യുമെന്റ് തന്നെയാണ്, പക്ഷേ അവിടെ പിഴവ്, ഫ്ലോ വരുന്നത് എന്തുകൊണ്ടാണ്? റീസണിങ്, യുക്തിപൂർവം ന്യായങ്ങൾ നിരത്തുന്നതിലെ പിഴവാണ് ലോജിക്കൽ ഫാലസിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാദമുഖം, നമ്മുടെ ആർഗ്യുമെന്റ് അൺസൗണ്ട് ആകുന്നു, അല്ലെങ്കിൽ അത് തെറ്റായിട്ട് തോന്നുന്നു ചിലപ്പോൾ. പക്ഷെ കേൾക്കുമ്പോൾ അത് കൺവിൻസിങ് ആയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തോന്നുമെങ്കിലും പക്ഷെ അത് വാസ്തവത്തിൽ അത് യുക്തിക്ക് നിരക്കാത്തതാണ് എന്നർത്ഥം. അത് വാദമുഖത്തിലെ പിഴവാണ്. കേൾവിക്ക് മാത്രം ഒരു സുഖം തോന്നുന്നു എന്ന് മാത്രം, പക്ഷെ അത് കറക്റ്റ് അല്ല ആ വാദം എന്ന് പറയുന്ന രീതിയാണ്. കാരണം യുക്തിയില്ല അത്. ഇനി ബിബ്ലിയോഗ്രഫിയെ കുറിച്ചും ചോദ്യം പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. എന്താണ് ബിബ്ലിയോഗ്രഫി? ബിബ്ലിയോഗ്രഫി ഈസ് എ ലിസ്റ്റ് ഓഫ് സോഴ്സസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ പീസ് ഓഫ് റൈറ്റിംഗ്. ഒരു പീസ് ഓഫ് റൈറ്റിംഗ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സുകളുടെ ഒരു ലിസ്റ്റിനെയാണ്. ഇൻക്ലൂഡിംഗ് ബുക്സ്, ആർട്ടിക്കിൾസ്, വെബ്സൈറ്റ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ്. പുസ്തകങ്ങൾ, ആർട്ടിക്കിളുകൾ, വെബ്സൈറ്റുകൾ, മറ്റ് മെറ്റീരിയലുകളൊക്കെ. ഇറ്റ് ഈസ് ടിപ്പിക്കലി ഫൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ റിസർച്ച് പേപ്പർ. റിസർച്ച് പേപ്പറിന്റെ അവസാനമാണ് ഇത് കാണുക. അല്ലെങ്കിൽ ബുക്ക് ഓർ അതർ അക്കാഡമിക് വർക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കാഡമിക് വർക്കിന്റെ അവസാനത്തെ പേജുകളിലാണ് പലപ്പോഴും ഈ ലിസ്റ്റ്, ബിബ്ലിയോഗ്രഫിയുടെ ലിസ്റ്റ് കാണുക.
ഏതൊക്കെ ഓഥർമാരുടെ ഏതൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടന്റ് എടുത്തിട്ടുണ്ട്, ഇതൊക്കെ അതിനകത്ത് ബിബ്ലിയോഗ്രഫിയിൽ ഉൾപ്പെടുത്തും. പർപ്പസ് ഇസ് ടു പ്രൊവൈഡ് റീഡേഴ്സ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ദ സോഴ്സസ് യൂസ്ഡ്. നമ്മൾ ഏതൊക്കെ സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കണ്ടന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, റിസർച്ച് പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് വായിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് അറിവ് നൽകുക എന്നുള്ളതാണ് ഈ ബിബ്ലിയോഗ്രഫി പുസ്തകത്തിന്റെ അവസാനം നമ്മൾ നൽകുന്നതിന്റെ ഉദ്ദേശം. allowing them to locate and consult those sources for further study. ആ സോഴ്സസിനെ ഫർദർ സ്റ്റഡി, അവർക്ക് അതിന്റെ തുടർ പഠനം നടത്തണമെങ്കിൽ ആ മറ്റു പുസ്തകങ്ങൾ, നമ്മുടെ റെഫറൻസ് വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ തേടിപ്പോയി അത് നോക്കി കണ്ടുപിടിച്ച് ലൈബ്രറിയിൽ നിന്നോ മറ്റോ തേടിപ്പിടിച്ച് ബാക്കി പഠനം തുടരാവുന്നതാണ്. അതിന് അവരെ അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിബ്ലിയോഗ്രഫി പുസ്തകത്തിന്റെ അവസാനം തയ്യാറാക്കി നൽകുന്നത്. ഒരു അക്കാഡമിക് റൈറ്റിംഗ് അങ്ങനെ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ ബിബ്ലിയോഗ്രഫി പല സ്റ്റൈലിൽ തയ്യാറാക്കാമോ? തീർച്ചയായും തയ്യാറാക്കാം. വർക്ക് സൈറ്റ് ചെയ്യുന്ന പല ഓഥർമാരുടെയും പുസ്തകത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ MLA ഫോമില്, APA ഫോമില്, ചിക്കാഗോ സ്റ്റൈലില്, ഹാർവാർഡ് സ്റ്റൈലില് ഒക്കെ നമ്മൾ പ്രസന്റ് ചെയ്യാറുണ്ട്. MLA ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ ഫോമാണ്. ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ, ആർട്ട് വിഷയങ്ങളൊക്കെ നമ്മൾ MLA ഫോമിലാണ്. APA ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആണ്. സോഷ്യൽ സയൻസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ബിസിനസ്, ഇതിലൊക്കെ നമ്മൾ APA ഫോം ഉപയോഗിക്കാറുണ്ട്. ബിബ്ലിയോഗ്രഫിയുടെ വേറൊരു മെത്തേഡാണ്. അപ്പൊ ഇതൊക്കെ വർക്ക് സൈറ്റ് ചെയ്യുന്നത് പലപ്പോഴും MLA ഫോമിലാണ്, റെഫറൻസ് ലിസ്റ്റ് കൊടുക്കുന്ന APA ഫോമിലാണ്. ബിബ്ലിയോഗ്രഫി പലപ്പോഴും ചിക്കാഗോ സ്റ്റൈലാണ്. ചിക്കാഗോ സ്റ്റൈലും ഹാർവാർഡ് സ്റ്റൈലൊക്കെ ഉണ്ട്. എന്തായാലും ബിബ്ലിയോഗ്രഫി ഈസ് എ ലിസ്റ്റ് ഓഫ് ദ സോഴ്സസ് യു ഹാവ് യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് റിസർച്ചിങ്. നമ്മൾ റിസർച്ച് ചെയ്യുന്നതിന് ഇടയിൽ പല പല പുസ്തകങ്ങളിൽ നിന്ന് വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത വിവരങ്ങൾ ഏതൊക്കെ പുസ്തകത്തിൽ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഓഥർമാരാണ് അതിനുമായി ബന്ധപ്പെട്ട് വരുന്നത്, ഇതൊക്കെ ഇതിന്റെ ലിസ്റ്റ് നൽകുക. ഇതാണ് ഓഥറുടെ പേര് എന്തായാലും ബിബ്ലിയോഗ്രഫിയിൽ ഉണ്ടാവണം. ഫുട് നോട്ട്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. എന്താണ് ഫുട് നോട്ട്സ്? ഫുട് നോട്ട്സ് ആർ നോട്ട്സ് പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ്. ഒരു പേജിന്റെ അവസാനം ഒരു വര ഉണ്ടാവും. ആ വരയുടെ താഴെ ഒരു ചുവടുകുറിപ്പ് പോലെ ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ട് ആ പേജിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ വിശദീകരണം പോലെ നൽകുന്നതാണ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ്. അപ്പൊ പേജിന്റെ പുസ്തകത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പേജിന്റെ താഴെയാണ് ഫുട് നോട്ട് കാണുക. ഇൻ എ പേജ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ് ആൻഡ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ടെക്സ്റ്റ് വിത്ത് സൂപ്പർസ്ക്രിപ്റ്റ് നമ്പേഴ്സ്. ഒരു ഒന്നല്ലെങ്കിൽ ചെറിയ ഒരു 1 അല്ലെങ്കിൽ 2 എന്നൊക്കെ ഉള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിത്തിരി ഉയർന്ന തരത്തിലായിരിക്കും. ആ വാക്കിന്റെ മുകളിൽ ഒരു 1 2 ചെറുതായി പൊങ്ങി പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് സൂപ്പർസ്ക്രിപ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാർ മാർക്കോ സിംബലോ ആയിരിക്കും അതിനെ സൂചിപ്പിക്കാനായിട്ട് ഉണ്ടാവുക. ഇനി ഇതുപോലെ തന്നെ വേറൊരു ചോദ്യം ചോദിക്കാവുന്നതാണ്. എന്താണ് റിസർച്ച് പേപ്പറിലെ അതിന്റെ ഒരു അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ? റിസർച്ച് പേപ്പറിന്റെ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വിക്ക് മോഡല്, റിസർച്ച് പേപ്പറിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതിനെ ഒരു സമ്മറി, ഷോർട്ട് സമ്മറിയാണ് ഈ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ വായനക്കാർക്ക് ക്വിക്കായിട്ട് ആ അബ്സ്ട്രാക്ട് നോക്കിയിട്ട് ഈ റിസർച്ച് പേപ്പർ കെട്ടുകണക്കിന് പേപ്പർ ഉണ്ടാവും. അപ്പൊ അത് മുഴുവനും വായിച്ചു നോക്കാതെ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന പേജ് മാത്രം നോക്കിയാൽ മെയിൻ പോയിന്റ്സ്, റിസർച്ച് ഒബ്ജക്റ്റീവ്സ്, മെത്തേഡ്സ് ഒക്കെ കാണാൻ സാധിക്കും. മെയിൻ പോയിന്റ്സ്, ഒബ്ജക്റ്റീവ്സ്, മെത്തേഡ്സ്, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ, ഇതൊക്കെ ആ അബ്സ്ട്രാക്റ്റിനകത്ത് ഉണ്ടാവും. അത് ചുരുക്കി നമുക്ക് ഒരു അബ്സ്ട്രാക്റ്റിന്റെ മോഡൽ കൊടുക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ പകർച്ചവ്യാധികളെയും രോഗങ്ങളെയും ചെറുക്കാനുള്ള മരുന്നുകളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് എത്രമാത്രം ഫലപ്രദമാകുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു റിസർച്ച് നടത്തുന്നു. അപ്പോൾ അതിന്റെ ഒരു അബ്സ്ട്രാക്ട് മോഡലായിട്ട് നിങ്ങൾ തയ്യാറാക്കും. എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ വരാം, സ്വാഭാവികം. അപ്പൊ നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ കാണിച്ചിട്ട് അത് നമ്മൾ അതിന്റെ ലക്ഷ്യം എന്താണ്, ഇന്നതാണ് ഞങ്ങളുടെ ഈ റിസർച്ചിന്റെ ഉദ്ദേശം ഇതാണ്. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഈ മോഡേൺ മെഡിസിൻസിനെ കുറിച്ചും അല്ലെങ്കിൽ പകർച്ചവ്യാധികളെ കുറിച്ചും പഠിപ്പിക്കുന്നത് എത്രമാത്രം ഹെൽപ്ഫുൾ ആകുന്നുണ്ട്, ഇത് രോഗവ്യാപനം തടയുന്നതിനോ അല്ലെങ്കിൽ രോഗപ്രതിരോധ സംവിധാനത്തിനൊക്കെ അത് കണ്ടെത്തുക, ഫൈൻഡ്, അതാണ് ഞങ്ങളുടെ ഒബ്ജക്റ്റീവ്. എന്നിട്ട് അതിന് ആ പഠനം നടത്താൻ ഞങ്ങൾ ഇന്ന രീതികളൊക്കെ സ്വീകരിച്ചു. ഞങ്ങൾ സർവേ നടപടികൾ സ്വീകരിച്ചു. സ്കൂൾ ടീച്ചേഴ്സിനെ പോയി കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ വിസിറ്റ് ചെയ്തായിരുന്നു, രോഗികളോട് ചോദിച്ചായിരുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠന മാർഗങ്ങൾ, ഹൗസ് വിസിറ്റ് നടത്തിയോ, അല്ലെ, എന്നൊക്കെ സർവേ നടത്തിയോ ഒക്കെ നമ്മൾ നടത്തിയ മെത്തേഡുകളാണ് കാണിക്കേണ്ടത്. ഫൈൻഡിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടെത്തലുകളാണ്. ഒടുവിൽ നമ്മൾ ഇത്രയും പഠനങ്ങൾ നടത്തിയിട്ട് ഇന്ന കണ്ടെത്തലുകൾ നമ്മൾ നടത്താൻ സാധിച്ചു. ഇത് തമ്മിൽ ഒരു ബന്ധമുണ്ട്. പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ രോഗപ്രതിരോധത്തെ കുറിച്ച് അവെയറായ മനുഷ്യരുണ്ട്. അവിടെ രോഗങ്ങൾ പൊതുവെ കുറവാണ്, പകർച്ചവ്യാധികൾ കുറവാണ്, ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി അവസാനം ഇതിന്റെ കൺക്ലൂഷനും നമുക്ക് ഒരു അന്തിമ ഉപസംഹാരമായിട്ട് നമുക്കൊരു കാര്യം കൂടി എഴുതിയാൽ ആ അബ്സ്ട്രാക്ട് ആയി ഉണ്ടോ, ആ റിസർച്ചിന്റെ അബ്സ്ട്രാക്ട് പേജ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഒരു ചരിത്ര പ്രാധാന്യമുള്ള കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്തു, അതിനെക്കുറിച്ച് നിങ്ങളൊരു നോട്ട് തയ്യാറാക്കുക എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് എന്നിരിക്കട്ടെ.
അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുക? എ ട്രിപ്പ് ടു അജന്ത കേവ്സ് നിയർ ഔറംഗാബാദ് മഹാരാഷ്ട്ര ഓഫേർഡ് എ ജേർണി ത്രൂ ഏൻഷ്യന്റ് ഇന്ത്യൻ ആർട്ട് ആൻഡ് സ്പിരിച്വാലിറ്റി. മഹാരാഷ്ട്രയിലുള്ള അജന്ത ഗുഹ സന്ദർശിച്ചത് എനിക്ക് പുരാതന ഇന്ത്യയുടെ കലയും ആത്മീയതയെ കുറിച്ച് ഒരു യാത്രയായിരുന്നു. ഈ അനുഭവം വളരെ ഗുഡ് എക്സ്പ്ലോറേഷൻ ആയിരുന്നു. ബുദ്ധിസ്റ്റ് ആർട്ട്, ഹിസ്റ്ററി, കൾച്ചർ ഒക്കെ എനിക്കൊരു ഐഡിയ കിട്ടി. അതുപോലെ തന്നെ ആ ക്രാഫ്റ്റ്മാൻഷിപ്പിനെ കുറിച്ചും ക്രാഫ്റ്റ്മാൻമാരെ കുറിച്ചും ആർട്ടിസ്റ്റുകളെ കുറിച്ചും എനിക്ക് വലിയ റെസ്പെക്ട് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തു. മൈ വിസിറ്റ് ബിഗാൻ വിത്ത് എ ബ്രീത്ത് ടേക്കിംഗ്. എന്താണ് ബ്രെത്ത് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ? ശ്വാസം നിലച്ചു പോകുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അർത്ഥം എന്താണ്? കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു കേവ്സിനകത്ത് ഉണ്ടായിരുന്നത്. ഇനി ദീസ് കേവ്സ് കാർവ്ഡ് ഔട്ട് ഓഫ് ബസാൾട്ട് റോക്ക്. ഈ അജന്ത ഗുഹകളൊക്കെ ബസാൾട്ട് ശിലകൾ കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ്. ഏൻഷ്യന്റ് ഇന്ത്യൻ ആർട്ടിസാൻസിന്റെയും ആർട്ടിസ്റ്റുകളുടെയും സ്കിൽ അത് വിളിച്ചോതുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ദ എയർ ഇൻസൈഡ് ദ കേവ് വാസ് കൂൾ ആൻഡ് ഡാം. ഇതിനകത്ത് ഈ ഗുഹയ്ക്കുള്ളിൽ നല്ല തണുപ്പായിരുന്നു, അന്തരീക്ഷത്തിൽ ഒരു ഈർപ്പം നിപ്പുണ്ടായിരുന്നു. ഇനി ക്യാരിങ് എ ഫെയിന്റ് സ്മെൽ ഓഫ് ആന്റിക്വിറ്റി. പഴമയുടെ ഒരു നേർത്ത ഗന്ധം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അല്ലെ? ഫെയിന്റ് എന്ന് വെച്ചാൽ നേർത്ത, സെന്റ് എന്ന് പറഞ്ഞാൽ ഗന്ധം, ഓഫ് ആന്റിക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പുരാതന കാലത്തിന്റെ ഓർമ്മ ഉണർത്തുന്ന എന്നാണ് അർത്ഥം. എന്തുവാവട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവനുസരിച്ച് എഴുതുക. ഈ ബുദ്ധനെ കുറിച്ചുള്ള കഥകളുണ്ട്, പല കഥകളും കൊത്തിവെച്ചിരിക്കുകയാണ് അവിടെ ചിത്രരൂപത്തിൽ. ദീസ് സ്റ്റോറീസ് ഡെപ്പിക്റ്റഡ് ഇൻ ആർട്ട്. ആർട്ടിന്റെ രൂപത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു. വളരെ പീസ്ഫുൾ ആയ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. വളരെ ലോങ് പാസ്റ്റിലുള്ള ഒരു ഓർമ്മയാണ് എനിക്കുണ്ടായത്. ഐ ഫെൽറ്റ് എ സെൻസ് ഓഫ് കാം ആൻഡ് റിഫ്ലക്ഷൻ. എനിക്ക് വളരെ ശാന്തത തോന്നി. ഐ വാണ്ടഡ് ത്രൂ ദ ചേമ്പേഴ്സ്. ഈ ഗുഹയുടെ ചേമ്പറുകൾ, ഓരോ മുറിയായിട്ടാണ് ഗുഹകൾ. ആ ചേമ്പറുകളിലൂടെ ഞാൻ അലഞ്ഞു നടന്നു. കണ്ടംപ്ലേറ്റിംഗ് ദ പ്രൊഫൗണ്ട് മീനിങ് ബിഹൈൻഡ് ദ ആർട്ട്. ഈ ആർട്ടിനെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് എന്നർത്ഥം. ഇനി അക്കാദമിക് റൈറ്റിങ്ങിന് രണ്ട് തരം അക്കാദമിക് റൈറ്റിംഗ് ഉണ്ട്. സ്റ്റുഡന്റ് അക്കാദമിക് റൈറ്റിംഗ് ഉണ്ട്, എക്സ്പെർട്ട് അക്കാദമിക് റൈറ്റിംഗ് ഉണ്ട്. എന്തിനാണ് സ്റ്റുഡൻസ് അക്കാദമിക് റൈറ്റിംഗ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസസ്മെന്റിന് വേണ്ടിയിട്ടാണ്. പരീക്ഷയ്ക്ക് പേപ്പറിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്കൂളിലോ യൂണിവേഴ്സിറ്റിയിലോ പ്രിപ്പയർ ചെയ്യുന്നതാണ്. എന്നാൽ എക്സ്പെർട്ട് അക്കാദമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് ഒരു അക്കാദമിക് ജേർണലിലോ ബുക്കിലോ ഒക്കെ പ്രിന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്, പബ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് വിദഗ്ധന്മാർ തയ്യാറാക്കുന്നത്. പിന്നെ ഓഡിയൻസ് നോക്കാം. ഈ സ്റ്റുഡൻസ് അക്കാഡമിക് റൈറ്റിംഗിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ട്യൂട്ടർമാരോ പ്രൊഫസർമാരോ ഒക്കെയാണ്. എന്നാൽ എക്സ്പെർട്ട് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതില് ഈ വിദഗ്ധൻ തയ്യാറാക്കുന്ന റിസർച്ച് പേപ്പർ വേറൊരു വിദഗ്ധന് പരിഗണിക്കാൻ സാധിക്കും, അയാളുടെ പഠനത്തിന് സഹായകരമാകും. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ഇത് പബ്ലിഷ് ചെയ്യുന്നത്. സ്റ്റുഡന്റ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് ആ കുട്ടി പഠിച്ചതിന്റെ അറിവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമുള്ളൂ, പർപ്പസ് അത്രേ ഉള്ളൂ. എന്നാൽ ഒരു വിദഗ്ധൻ തയ്യാറാക്കുന്നത് ലോകത്തിന് വേണ്ടി പുതിയ നോളജ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ്, ക്രിയേറ്റ് നോളജ് ആണ്. ഇതാണ് അക്കാഡമിക് റൈറ്റിംഗ്. എന്താണ് അക്കാഡമിക് റൈറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ ഒരു വരി വേണ്ടേ? ഇങ്ങനെ എഴുതാം: അക്കാഡമിക് റൈറ്റിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് യൂസ്ഡ് ഇൻ അക്കാഡമിക് സെറ്റിംഗ്. സ്കൂൾ പഠനാന്തരീക്ഷത്തിൽ, കോളേജ് പഠനാന്തരീക്ഷത്തിലൊക്കെ നമ്മൾ തയ്യാറാക്കുന്നതാണ്. സച്ച് ആസ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. യൂണിവേഴ്സിറ്റികളും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഇതിൽ തയ്യാറാക്കുന്നുണ്ട്. എന്തിനാണ്? അവർ കണ്ടെത്തിയ ആശയങ്ങൾ, ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, റിസർച്ച് നടത്തിയത്, ഉത്തരങ്ങൾ കണ്ടെത്തിയത് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരുടെ ഫൈൻഡിങ്സ് പറയാൻ ഒക്കെയാണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫോർമൽ ആയ ടോൺ ആയിരിക്കണം എപ്പോഴും പറയേണ്ടത്. അല്ലാണ്ട് തോന്നിയ പോലെ വീട്ടിൽ വർത്തമാനം പറയുന്ന ഭാഷയിലൊന്നും എഴുതാൻ പറ്റില്ല. വളരെ ഫോർമൽ ടോണിലാണ് അക്കാഡമിക് റൈറ്റിംഗിന്റെ ലക്ഷ്യങ്ങൾ. അവോയ്ഡ് പേഴ്സണൽ ഒപ്പീനിയൻസ്, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അവിടെ പാടില്ല. പക്ഷപാതപരമായിട്ടുള്ള ബയാസ് പാടില്ല. വളരെ ക്ലിയർ സ്ട്രക്ചർ വേണം അക്കാഡമിക് റൈറ്റിംഗിന്. എന്താ? ലോജിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ വേണം, ഇൻട്രൊഡക്ഷൻ വേണം, കൺക്ലൂഷൻ വേണം, ഒരു ബോഡി വേണം, അങ്ങനെയൊക്കെ വേണം. എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം, തെളിവുകൾ നിരത്തി ആയിരിക്കണം. അക്കാഡമിക് റൈറ്റിംഗ് റിലൈസ് ഓൺ ക്രെഡിബിൾ സോഴ്സസ്. വിശ്വസനീയമായ സോഴ്സസിൽ നിന്ന് വേണം വിവരങ്ങൾ എടുക്കാനായിട്ട്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് പ്രയോജനകരമായിരിക്കും. അക്കാഡമിക് റൈറ്റിംഗ് ഇൻവോൾവ്സ് ക്രിട്ടിക്കൽ തിങ്കിങ്, അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഇൻഫർമേഷൻ. വിമർശന ചിന്തയ്ക്ക് സ്കോപ്പുള്ള രീതിയിലായിരിക്കണം നമ്മുടെ അക്കാഡമിക് റൈറ്റിംഗ് എപ്പോഴും നടത്തേണ്ടത്. ടെക്നിക്കൽ വൊക്കാബുലറി ഉണ്ടാകാം. അപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള ടെക്നിക്കൽ വൊക്കാബുലറി ആ സ്പെസിഫിക് ഫീൽഡ് ഓഫ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ളത്, അതൊക്കെ പ്രത്യേകിച്ച് അത് ഉൾപ്പെടുത്തണം. ലക്ഷ്യം എന്താണ്? അക്കാഡമിക് റൈറ്റിംഗ് എയിംസ് ടു പ്രസന്റ് ഇൻഫർമേഷൻ ഇൻ ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് ഇമ്പാർഷ്യൽ മാനർ. പക്ഷപാതപരമല്ലാത്ത, വസ്തുതകൾക്ക് നിരക്കുന്ന രീതിയിൽ വിവരങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ്. അക്കാഡമിക് റൈറ്റിംഗ് പലതരത്തിലുണ്ട്. റിസർച്ച് പേപ്പറുകൾ അങ്ങനെയുള്ളവയാണ്. എസ്ഐസ് അക്കാഡമിക് റൈറ്റിംഗ് തന്നെയാണ്. തെസിസുകൾ അക്കാഡമിക് റൈറ്റിംഗ് ആണ്. ഡെസർട്ടേഷൻസ് അക്കാഡമിക് റൈറ്റിംഗ് ആണ്. ജേർണൽ ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ കോൺഫറൻസ് പേപ്പറുകളൊക്കെ അക്കാഡമിക് റൈറ്റിംഗ് ആണ്. അതിന്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. അതായത് കമ്മ്യൂണിക്കേറ്റ് റിസർച്ച് ഫൈൻഡിങ്സ്. റിസർച്ചിന്റെ ഫൈൻഡിങ്സ് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പ്രസന്റ് ആർഗ്യുമെന്റ്സ് ആൻഡ് നോളജ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് നോളജ്. അതുപോലെ എൻഗേജ് ഇൻ സ്കോളർലി ഡിസ്കഷൻസ്. പണ്ഡിതോചിതമായ ചർച്ചകളിൽ ഏർപ്പെടുക. അതിനൊക്കെ നമുക്ക് എന്തൊക്കെ സ്കില്ല് വേണം ഒരു അക്കാഡമിക് റൈറ്റിംഗ് നടത്തുന്ന ആൾക്ക്? റിസർച്ച് സ്കില്ല് വേണം, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള സ്കില്ല് വേണം, അനാലിറ്റിക്കൽ സ്കില്ല് വേണം, വിശകലനം ചെയ്യാനും റൈറ്റിംഗ് സ്കില്ല് വേണം, എബിലിറ്റി ടു ഫോളോ സൈറ്റേഷൻ.
സൈറ്റേഷൻസ് ഫോളോ ചെയ്യാനുള്ള എബിലിറ്റി വേണം. റെഫറൻസ് ഗൈഡ് ലൈൻസ്